2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരും. സഭാ നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. അദാനി വിഷയം ഉയർത്തിയാണ് പ്രതിപക്ഷം ബഹളം തുടരുന്നത്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, അറിയാം, സുപ്രധാന ബില്ലുകൾ പാസ്സാകാനിരിക്കെയാണ് ഇത്തരം അദാനി വിഷയം വീണ്ടും ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സഭ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു നിലപാട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ചില ബില്ലുകൾ പാസ്സായാൽ ഈ സമൂഹത്തിൽ വളരെയധികം നന്മകൾ ഉണ്ടാകുന്ന ചില ബില്ലുകൾ കൂടി അതിലുണ്ട്. വഖഫ് അടക്കമുള്ള നമുക്കറിയാം. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം തടഞ്ഞു വെക്കാനുള്ളൊരു ഗൂഢ ലക്ഷ്യമാണോ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ദേവിക, ഈ അമേരിക്കയിൽ അദാനിക്കെതിരെയുള്ള ഒരു കേസിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വളരെ സുപ്രധാനമായ ശൈത്യകാല സമ്മേളനം അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ. കഴിഞ്ഞ 25-നാണ് ശൈത്യകാല സമ്മേളനം തുടങ്ങിയത്. ആദ്യത്തെ ആഴ്ചയിൽ ഒരു ദിവസം പോലും കാര്യമായ പ്രവർത്തനം പ്രവർത്തന ദിവസമായി കണക്കാക്കുവാൻ പാർലമെന്റിലെ ഇരുസഭകൾക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും ചോദ്യോത്തരവേള തന്നെ ഒന്നെങ്കിൽ നിർത്തിവെക്കുക, അതല്ലെങ്കിൽ ബഹളത്തിൽ മുങ്ങുക. ഈ ഒരു കാഴ്ചയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. ഇന്നും അതിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഇന്നും ഇപ്പോൾ രാവിലെ 11-ന് ഇരുസഭകളും ചേരുന്നു. ശനി ഞായർ അവധിക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേരാൻ പോകുന്നത്. അദാനി വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ച് ബോധപൂർവം സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും ശ്രമിക്കുന്നത്. ഒപ്പം മണിപ്പൂരിലെ കഴിഞ്ഞ ആഴ്ച നടന്ന ചില സംഘർഷ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ സാംബാലിൽ മസ്ജിദിനകത്ത് നടന്ന സർവേയുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ സംഘർഷം, ഈ വിഷയങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹളം തുടരുന്നത്. അതിനാൽ ഇന്നും ഒരുപക്ഷെ സഭാ നടപടികൾ പ്രക്ഷുബ്ധമായേക്കും. പക്ഷേ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ പല സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട്. റെയിൽവേ അമെൻമെൻറ്റ് ബില്ല്, അതോടൊപ്പം തന്നെ ഈ ഗോവ നിയമസഭയിൽ ട്രൈബൽ വിഭാഗത്തിന് പ്രത്യേക പരിഗണന, സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അങ്ങനെ 16 ബില്ലുകളാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തത്. ആ സുപ്രധാനമായ ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട ഘട്ടത്തിലാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ എടുത്ത ഒരു കേസിന്റെ പേരിൽ പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത്. ദേവിക, അതെ, സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നീക്കമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.